2005 നവംബർ 18 സ്കോട്ട്ലൻഡിലെ മനോഹരമായ ഒരു ഗ്രാമമായ ഡംബാർട്ടണിലൂടെ കാർ ഓടിച്ചു പോവുകയായിരുന്നു മൈക്കൽ ടേണർ. അദ്ദേഹത്തിന് കൂട്ടായി തൻ്റെ വളർത്തുനായ ടോമിയുമുണ്ട്. കുറേ നേരമായി കാർ ഓടിക്കുന്നു. നല്ല ഭംഗിയുള്ള ഗ്രാമമാണ്. കാർ ഒരിടത്ത് ഒതുക്കി നിർത്തി കുറച്ചു നേരം കാഴ്ചകൾ ആസ്വദിച്ചിട്ടാവാം ബാക്കി യാത്രയെന്ന് മൈക്കൽ തീരുമാനിച്ചു. ടോമിയെ ഒന്ന് നടത്തിക്കുകയും ചെയ്യാം. അങ്ങനെ മൈക്കൽ കാർ ഒരു സ്ഥലത്ത് ഒതുക്കി ടോമിയെ പുറത്തിറക്കി. അവർ ഇരുവരും പതിയെ മുന്നോട്ട് നടന്നു. കുറച്ചകലെയായി പുരാതനമായ ഗോതിക് ശൈലിയിലുള്ള ഒരു പാലം കണ്ടു. ആ പാലത്തിനപ്പുറം 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായൊരു ബംഗ്ലാവുമുണ്ട്. മൈക്കൽ ടോമിയെയും കൂട്ടി ആ പാലം ലക്ഷ്യമാക്കി നടന്നു. ടോമി നല്ല അനുസരണയുള്ള നായയാണ്. ആരെയും ഉപദ്രവിക്കാറില്ല. പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടാൽ അവൻ മൈക്കലിനെ ഒന്ന് നോക്കും. മൈക്കലിന്റെ മുഖത്ത് പരിചയഭാവം നിഴലിച്ചാൽ ടോമിയും അവരോട് കൂട്ടാവും. അതുകൊണ്ട് തന്നെ മൈക്കലിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ടോമിയെ ഭയങ്കര ഇഷ്ടമാണ്. ടോമിയുമായി പാലത്തിലൂടെ ഒന്ന് നടക്കാം, എന്നിട്ട് തിരിച്ചു വന്ന് യാത്ര തുടരാം. ഇതായിരുന്നു മൈക്കലിന്റെ പ്ലാൻ. അവർ പതിയെ പാലം ലക്ഷ്യമാക്കി നടന്നു. പാലത്തിനോട് അടുത്തെത്തിയപ്പോഴേക്കും ടോമി ചില അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങി. അത് പതിവില്ലാത്തതാണ്, എങ്കിലും മണിക്കൂറുകളോളം കാറിലിരുന്നതാണ്. അതായിരിക്കാം കാരണം, മൈക്കൽ ചിന്തിച്ചു. ചുറ്റും നോക്കിയപ്പോൾ അല്പം അകലെ നിന്ന് ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നതായി മൈക്കലിന് തോന്നി. അയാളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് നിർവചിക്കാൻ മൈക്കലിനായില്ല. അയാൾക്ക് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് തോന്നിയപ്പോൾ മൈക്കൽ കൈ ഉയർത്തി അയാളെ അഭിവാദ്യം ചെയ്തു. എന്നാൽ മറുപടിയൊന്നും ഉണ്ടായില്ല. ഇനി അയാളെ കണ്ടിട്ടാണോ ടോമി അസ്വസ്ഥനായത്? മൈക്കൽ ശ്രദ്ധിച്ചു. ഇല്ല, ടോമി ആ ഭാഗത്തേക്ക് നോക്കുന്നത് പോലുമില്ല. പാലത്തോട് അടുക്കും തോറും ടോമിയുടെ അസ്വസ്ഥതകൾ കൂടിക്കൂടി വന്നു. മൈക്കലിന്റെ കയ്യിൽ നിന്ന് സർവ്വശക്തിയുമെടുത്ത് അവൻ കുതറി മാറാൻ ശ്രമിച്ചു. എന്തോ കണ്ടിട്ടാവണം ഇങ്ങനെ, മൈക്കലിന് തോന്നി. അതെന്താണെന്ന് അറിയാൻ വേണ്ടി കയ്യിലെ ബെൽറ്റ് സ്വതന്ത്രമാക്കി ടോമിയെ പിന്തുടരാൻ മൈക്കൽ തീരുമാനിച്ചു. സ്വതന്ത്രനായതോടെ ടോമി പാലത്തിലേക്ക് ഓടി. എന്നാൽ പിന്നീട് നടന്നത് കണ്ട് തരിച്ചു നിൽക്കാനേ മൈക്കലിനായുള്ളൂ. അതിവേഗത്തിൽ പാലത്തിന്റെ മധ്യഭാഗത്തേക്ക് ഓടിയെത്തിയ ടോമി പാലത്തിൽ നിന്ന് എടുത്തു ചാടി. മൈക്കൽ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ഭാഗത്തേക്ക് ഓടി. ഏകദേശം 50 അടി താഴ്ചയാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. താഴേക്ക് നോക്കിയപ്പോൾ മൈക്കൽ കണ്ട കാഴ്ച അതീവ ദുഃഖകരമായിരുന്നു. അവിടെ ഒരു പാറയിൽ തലയിടിച്ച് രക്തം വാർന്ന് ടോമി കിടക്കുന്നു. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. അപ്പോഴേക്കും നേരത്തെ കണ്ട ആ മനുഷ്യനും അവിടെ എത്തിയിരുന്നു. അയാളുടെ സഹായത്തോടെ തൊട്ടടുത്തുള്ള ഒരു വഴി കണ്ടുപിടിച്ച് മൈക്കൽ താഴേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴേക്കും സമയം വൈകിയിരുന്നു. ടോമിയെയും വാരിയെടുത്ത് മൈക്കൽ കാറിനരികിലേക്ക് നടന്നു. അപ്പോഴാ മനുഷ്യൻ അവനോട് ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനല്ല അല്ലേ? അല്ല, മൈക്കൽ മറുപടി നൽകി. ഇത് ശപിക്കപ്പെട്ട പാലമാണ്. നിങ്ങൾ ആ ബംഗ്ലാവ് കണ്ടോ? ആ പാലത്തിനപ്പുറത്തായുള്ള ആ വലിയ ബംഗ്ലാവ് ചൂണ്ടിക്കാട്ടി ആ മനുഷ്യൻ തുടർന്നു. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് 30 വർഷത്തോളം ഏകാന്തവാസം നടത്തിയ ഒരു സ്ത്രീയുടെ പ്രേതം ഇവിടെ അലഞ്ഞു തിരിയുന്നുണ്ട്. അവരുടെ പ്രേതമാണ് ഇതിനെല്ലാം കാരണം, അയാൾ പറഞ്ഞു നിർത്തി. മൈക്കലിന് ഇതൊക്കെ വെറും കെട്ടുകഥയായേ തോന്നിയുള്ളൂ. എന്തായാലും അയാൾ പറഞ്ഞതിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ മൈക്കൽ തീരുമാനിച്ചു. ആ അന്വേഷണത്തിലാണ് കുറച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മൈക്കൽ അറിയുന്നത്. നായകളുടെ സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഓവർടൗൺ പാലമായിരുന്നു അത്. എന്തുകൊണ്ട് ഞാൻ ഈ പാലത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞില്ല എന്നോർത്ത് അയാൾക്ക് അത്ഭുതം തോന്നി. 1859 ഓവർടൗൺ ഫാം സ്കോട്ടിഷ് വ്യവസായിയായിരുന്ന ജെയിംസ് വൈറ്റ് വാങ്ങി. 1862 അദ്ദേഹമാണ് ഓവർടൗൺ ഹൗസ് നിർമ്മിച്ചത്. 1884 ജെയിംസ് വൈറ്റ് മരിച്ചപ്പോൾ ഓവർടൺ ഹൗസും ഫാമും എസ്റ്റേറ്റും ഒക്കെ മകനായ ജോൺ ക്യാമ്പൽ വൈറ്റിന് ലഭിച്ചു. ജോൺ വൈറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റായ ഹെൻറി മില്ലർ ഈ പാലം നിർമ്മിക്കുന്നത്. 1895 ഈ പാലത്തിന്റെ പണി പൂർത്തിയായി. 1960കളിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. നായകൾ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ആ പാലത്തിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടാൻ തുടങ്ങി. അതോടെ നാട്ടുകാർ ആ പാലത്തിനെ ദ ബ്രിഡ്ജ് ഓഫ് ഡെത്ത്, ദ ഡോഗ്സ് സൂയിസൈഡ് ബ്രിഡ്ജ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. 1960കൾക്ക് ശേഷം കുറഞ്ഞത് 50 നായകളെങ്കിലും ആ പാലത്തിൽ നിന്ന് ചാടി മരിച്ചിട്ടുണ്ട്. 600ഓളം നായകൾക്ക് പരിക്കും പറ്റി. നായകൾ ആത്മഹത്യ ചെയ്യുമോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. ആത്മഹത്യ എന്നത് മനുഷ്യന് മാത്രം ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണ്. മൃഗങ്ങൾ ആത്മഹത്യ ചെയ്യില്ലെന്നിരിക്കെ അവയെ ആ പാലത്തിൽ നിന്ന് എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാവാം? നേരത്തെ ആ മനുഷ്യൻ മൈക്കലിനോട് പറഞ്ഞതുപോലെ പ്രേതബാധയായിരിക്കുമോ കാരണം? അവിടെ പ്രേതബാധയുണ്ടെന്ന് ഒരു കൂട്ടം നാട്ടുകാർ വിശ്വസിക്കുന്നു. വൈറ്റ് ലേഡി ഓഫ് ഓവർടൗൺ എന്ന പ്രേതകഥ കേട്ടാണ് അവർ ഓരോരുത്തരും വളർന്നു വന്നത്. ഓവർടൗൺ ഹൗസ് നിർമ്മിച്ച ജെയിംസ് വൈറ്റിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മരണത്തിൽ മനംനൊന്ത് വർഷങ്ങളോളം ഏകാന്തവാസം നയിച്ചു. മരണശേഷം ഓവർടൗണിലും പരിസരത്തും അവരെ പല പ്രാവശ്യം കണ്ടതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ നാടിനെ നടുക്കിയ മറ്റൊരു സംഭവം കൂടി ഓവർടൗൺ ബ്രിഡ്ജിൽ നടന്നു. 1994 കെവിൻ മോയ എന്നൊരാൾ തന്റെ നവജാത ശിശുവിനെ ആ പാലത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞു കൊന്നു. അന്തിക്രിസ്തുവാണ് തന്റെ മകനായി ജനിച്ചത് എന്നായിരുന്നു അയാൾ പറഞ്ഞ വിചിത്രവാദം. അന്വേഷണങ്ങൾക്ക് ശേഷം അയാളെ ഭ്രാന്താശുപത്രിയിൽ അടച്ചു. ഈ സംഭവമായും നായകളുടെ മരണത്തെ കൂട്ടിക്കെട്ടി കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രേതകഥയൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് മറ്റൊരു കൂട്ടം വിശ്വസിക്കുന്നു.
പാലത്തിന് താഴെ നിന്ന് നായകൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന എന്തെങ്കിലും ശബ്ദങ്ങളോ അല്ലെങ്കിൽ അവയ്ക്ക് മാത്രം ശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഗന്ധമോ ശ്വസിച്ചിട്ടാവണം അവർ താഴേക്ക് ചാടുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് സാമാന്യയുക്തിയോട് ചേർന്ന് നിൽക്കുന്നത്. ദ സ്കോട്ടിഷ് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ഓഫ് ആനിമൽസ് തുടങ്ങിയ സംഘടനകൾ ഇതിൻ്റെ സത്യാവസ്ഥകൾ തിരിച്ചറിയാൻ തങ്ങളുടെ പ്രതിനിധികളെ അയച്ചിരുന്നു. എന്നാൽ അവർക്കൊന്നും ഇതിൻ്റെ പിന്നിലെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2010 ആനിമൽ ബിഹേവിയറിസ്റ്റായ ഡേവിഡ് സാൻസ് ഈ പാലം സന്ദർശിച്ചു. സാൻസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: താഴെ നിന്ന് വരുന്ന വന്യമൃഗങ്ങളുടെ ഗന്ധം ശ്വസിച്ചിട്ടാവണം അവ താഴേക്ക് ചാടുന്നത്. അതിനുദാഹരണമായി സാൻസ് പറഞ്ഞത് മിങ്സിന്റെ കാര്യമാണ്. മിങ്സ് എന്നത് ചെറിയൊരു വന്യജീവിയാണ്. അവയ്ക്ക് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ഗന്ധമാണ്. അവയുടെ മൂത്രത്തിനും അതുപോലെ തന്നെ ശക്തമായ ഗന്ധമുണ്ട്. ഇതെല്ലാം നായകളെ ആകർഷിക്കാം. 1950കളിലാണ് മിങ്കുകൾ ധാരാളമായി ഈ ഭാഗത്ത് പെറ്റുപെരുകാൻ തുടങ്ങിയത്. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് നായകൾ ഈ പാലത്തിൽ നിന്ന് എടുത്തു ചാടാനും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർത്ത് വായിക്കപ്പെടേണ്ടതാണെന്ന് സാൻസ് അഭിപ്രായപ്പെടുന്നു. സാൻസിന്റെ അഭിപ്രായത്തിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നായകൾക്ക് ഉണ്ടായേക്കാവുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. പാലത്തിന്റെ ഇരുവശവും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന മരങ്ങളുണ്ട്. മനുഷ്യനെ അപേക്ഷിച്ച് നായകളുടെ കാഴ്ച കുറച്ചുകൂടി താഴ്ന്ന ഒരു ലെവലിലാണ്. ഈ ഒരു വസ്തുതയും ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളുമൊക്കെ ആകുമ്പോൾ പാലത്തിന്റെ താഴ്ച കണക്കാക്കാൻ നായകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗന്ധം ശ്വസിച്ച് നായകൾ നേരെ താഴേക്ക് ചാടുന്നു. ഇത്രയൊക്കെ തിയറികൾ ഉരുത്തിരിഞ്ഞു വന്നെങ്കിലും നായകൾ താഴേക്ക് ചാടാനുള്ള യഥാർത്ഥ കാരണം ശാസ്ത്രീയമായി തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. നാട്ടുകാർ വിശ്വസിക്കുന്നത് പോലെ പ്രേതബാധയാണോ ഇതിനൊക്കെ കാരണം? ഓവർടൺ ബംഗ്ലാവിലെ ആ സ്ത്രീയുടെ പ്രേതം ഇപ്പോഴും അവിടെയൊക്കെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ടോ? അതോ അതൊക്കെ നാട്ടുകാരുടെ വെറും തോന്നലാണോ? അതല്ലെങ്കിൽ ഡേവിഡ് സാൻസിന്റെ അഭിപ്രായമാണോ ശരി? മിങ്കുകളുടെയും മറ്റു വന്യജീവികളുടെയും ഗന്ധം ശ്വസിച്ച് താഴ്ച മനസ്സിലാക്കാനാവാതെ നായകൾ താഴേക്ക് ചാടുകയാണോ ചെയ്യുന്നത്? കാരണം ഇതിൽ എന്തു തന്നെയായാലും മൈക്കിളിനുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ നൂറുകണക്കിന് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും: നായകളുമായി നടക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓവർടൗൺ പാലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.